വെൽക്കം ബാക്ക് ക്രാഷ് അൺബോക്സിംഗ് തെറാപ്പി. നമുക്കെല്ലാവർക്കും ദോശ ഇഷ്ടമാണ്. മസാല ദോശ, ഉഴുന്നുവട. അതുണ്ടാക്കാൻ മാവ് ആവശ്യമാണ്. മാവ് ഉണ്ടാക്കാൻ നല്ല ഗ്രൈൻഡർ വേണം. നമുക്കിന്നൊരു ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ പരിചയപ്പെടാം. ബട്ടർഫ്ലൈ കമ്പനിയുടെ റീനോ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ. വളരെ നല്ല ക്വാളിറ്റി വെച്ച് പുലർത്തുന്ന ഒരു കമ്പനിയാണ് ബട്ടർഫ്ലൈ. ഒരു വീഡിയോയ്ക്ക് പോകാം. ഇതാണ് ബട്ടർഫ്ലൈ റെനോയുടെ മനോഹരമായ കേസ്. മുകളിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 5 സംതിങ് ആണ്. പക്ഷെ ഓൺലൈനിൽ ചീപ്പായിട്ട് വാങ്ങാൻ കഴിയും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റായിട്ട് അമ്മിക്കല്ല് അരക്കുന്ന വിത്ത് അത്യാവശ്യം വലുപ്പമുള്ള കോഡാണ് കൊടുത്തിട്ടുള്ള പവർ കേബിൾ. ഇതാണ് മെയിൻ യൂണിറ്റ്. അടിയിൽ നോക്കാം. ടെക്നിക്കൽ ഇൻഫർമേഷൻ എല്ലാം അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ്, സീരിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ്. ഓക്കെ, ഇത് ആക്ച്വലി ഹെവി വെയിറ്റ് ആണ്. 2 കൈ വേണം എടുക്കാൻ. പവർ ബട്ടൺ, ഇതാണ് അരക്കുന്ന ഭാഗം. സ്റ്റൈലിഷ് സ്റ്റീൽ നിർമ്മിച്ച ബോഡിയാണ്. ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ വെക്കണം. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കല്ല് ഇറക്കി വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് താഴേക്ക് പോകാനും അത് ഉടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പൊട്ടിപ്പോയാൽ വേസ്റ്റായി പോകും. ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് സ്പ്രിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് ടൈറ്റായിട്ട് നിൽക്കാൻ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി പവർ കോഡ് പ്ലഗ് ഇൻ ചെയ്യാം. ഇത് ഫസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പഴയ പഴകിയ ചോറ്, പേസ്റ്റ്, എന്തെങ്കിലും ഫുഡ്സ് ഐറ്റംസ് ഇട്ട് ഒന്ന് അരച്ച് ഒന്ന് ക്ലിയർ ആക്കണം. കാരണം ഫസ്റ്റ് ഫ്രഷ് ആകുമ്പോൾ കല്ല് അതിൻ്റെ പൊടി ചളിയെല്ലാം ഉണ്ടാകും. അതൊക്കെ ഒന്ന് അരിഞ്ഞ് ലെവലായി ഒന്ന് സ്മൂത്തായി കിട്ടാനാണ്. മനോഹരമായി ഇരിക്കുന്നു. സൂപ്പറായിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ എംപ്റ്റി ആയിട്ട് ചെയ്യാൻ പാടില്ല. അതൊരു ഡെമോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. മേലെ മനോഹരമായൊരു അടപ്പുണ്ട്. അടപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അരി അരയ്ക്കുമ്പോഴൊന്നും തെറിച്ചു പോകില്ല. നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.